നമസ്കാരം, വോൾട്ട ഇലക്ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ പീച്ചാടാണ്. പീച്ചാട് നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഒരു ഏലത്തോട്ടാണ്, ഒരു 120 ഏക്കറോളം വരുന്നൊരു ഏലത്തോട്ടം. അപ്പോൾ ഇവിടെ കുറേ നാളായിട്ട് ഭയങ്കര ഒരു ശല്യമാണ്, ആനയുടെ ഭയങ്കര ശല്യമാണ് ഇവിടെ. പ്രോപ്പർട്ടിക്കകത്ത് നിറച്ച് ആന കയറും. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു സോളാർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു 5 ലൈനിൻ്റെ സോളാർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതുണ്ടോ, ഇത് സോളാർ ഫെൻസിങ് വെക്കാൻ ബാറ്ററി സാധനങ്ങൾ വെക്കാൻ വേണ്ടി ഞങ്ങളൊരു ക്യാബിൻ അടിച്ചേക്കുന്നതാണ്, അതായത് ഷീറ്റ് കൊണ്ട് അടിച്ച്. പിന്നെ ഈ താഴെ കാണുന്നതാണ് ഈ ഒരു 445 വാട്ടിൻ്റെ പാനലാണ് നമ്മളിവിടെ കൊടുത്തേക്കണേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 24 hours നമ്മൾ ഈ ഫെൻസിങ് ഓണാണ്. അതെന്താണെന്ന് വെച്ചാൽ പകലാണെങ്കിൽ പോലും ഇവിടെ ആനയുടെ ശല്യമുണ്ട്, പ്രോപ്പർട്ടിക്കകത്ത് കയറി അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 24 മണിക്കൂർ ഇത് ഓണാക്കി ഇടണം. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്താൽ ചാർജിങ് ഒക്കെ പ്രോപ്പർ ആയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ 495 വാട്ടിൻ്റെ പാനൽ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഈ കാണാനാണ് നമ്മൾ ആ ഷീറ്റ് അടിച്ച് ഉണ്ടാക്കിയെടുത്തത്, അതായത് പാനൽ വെക്കാൻ വേണ്ടി ഒരു റൂഫും അതേപോലെ തന്നെ സൈഡ് മൊത്തം കവർ ചെയ്ത് ബാറ്ററി എനർജൈസറൊന്നും വെള്ളം നനയാണ്ടിരിക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ഒരു പോസ്റ്റേൽ അടിച്ച് ബാറ്ററി ഇതെല്ലാം വെക്കാറുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പറേറ്റ് ചെയ്യാനോ മെയിൻ്റനൻസ് ചെയ്യാനോ പറ്റില്ല. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ഇത് ഓൾറെഡി ഇപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റഡ് അല്ല, കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കില്ല, അതുകൊണ്ട് ഞാൻ ഒരു കമ്പ് വയ്ക്കണം കേട്ടോ. ഇവിടെ ഒരു കമ്പ് വയ്ക്കുക. അതിനുശേഷം ഇത് കണ്ടോ, ഈ കാണുന്നതാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ചാർജ് കൺട്രോളർ. നമ്മളിവിടെ ഉപയോഗിച്ചേക്കണ 495 വാട്ടിൻ്റെ ആങ്കർ പാനസോണിക്കിൻ്റെ ഹാഫ് കട്ട് പാനലുകളാണ്, മോണോപ്രക്ക് ഹാഫ് കട്ട് പാനലാണ്. അപ്പോൾ ആ ഒരു പാനലിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 40 വോൾട്ട് വിവോസി ഉണ്ട്. നമ്മുടെ ഈ ബാറ്ററി കാണുന്നത് 6LMS 150L എന്ന് പറഞ്ഞ ബാറ്ററിയാണ്, എക്സൈഡിൻ്റെ 150H സോളാർ ബാറ്ററിയാണ്. ഈ ബാറ്ററി വോൾട്ടേജ് നമുക്ക് 12 ആണ്. നമ്മുടെ എനർജൈസർ വർക്ക് ചെയ്യുന്ന 12-ലാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള ചാർജ് കൺട്രോളിലേക്ക് പോകാറുണ്ട്, MPPT ചാർജ് കൺട്രോളറും അതേപോലെ PWMലേക്ക് പോകാറുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഇവിടെ MPPT ഒപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളറിയാം പീച്ചാടാണ് സ്ഥലം. ഇവിടെ രാവിലെ മോർണിംഗിലൊക്കെ നല്ലൊരു സൺലൈറ്റ് ഉള്ള സമയത്താണെങ്കിൽ മൂടലായിരിക്കും. അപ്പോൾ നമ്മളൊരു കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ മൂടൽ കാരണം നമുക്ക് ജനറേഷൻ ഭയങ്കരമായിട്ട് കുറയും, ബാറ്ററി ചാർജിങ് പ്രോപ്പർ ആവില്ല. അപ്പോൾ നമ്മൾ PW ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 40 വോൾട്ട് ഉണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ്ലി 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയും, MPPT ആണെങ്കിൽ നമ്മൾ ആ ഒരു കൺവേർഷനിലകത്ത് 40 വോൾട്ടിനെ 12 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ബാക്കി പിന്നെ 28 വോൾട്ടിനെ കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണം എന്ന് വെച്ചാൽ ആ കറണ്ട് വെച്ചിട്ട് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ചെറിയ ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും വോൾട്ടേജ് ഉണ്ടാവും പാനലിൽ. അപ്പോൾ ആ വോൾട്ടേജിന് കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചാർജിങ്ങിലേക്ക് പോകാൻ പറ്റും. ഏകദേശം 20-25% കൂടുതൽ എഫിഷ്യൻസി ആയിരിക്കും PWMലേക്ക്. ഇതാണ് ബാറ്ററി നമുക്ക് വരുന്നത്. 5 ഇയർ റീപ്ലേസ്മെൻ്റ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ യൂണിറ്റ്. ഈ കാണുന്നതാണ് നമ്മുടെ എനർജൈസർ, ഐബെക്സിൻ്റെ എനർജൈസറാണ് ഈ കാണുന്നത്. ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഏകദേശം 2.5 കിലോമീറ്ററോളം വരെ നമുക്ക് ഫെൻസ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റാണ് P500 എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ലോ ഇമ്പിഡൻസ് ആണ്. ടെക്നിക്കലി പറയാൻ ലോ ഇമ്പിഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ഇപ്പോൾ 2.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്ററിലേക്കാണെങ്കിൽ പോലും നമുക്ക് ഫെൻസ് കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള കമ്പനികളിൽ അത്രത്തോളം ഇല്ല. പിന്നെ 1 ഇയർ വാറണ്ടിയാണ് ഈ വരുന്ന പ്രോഡക്റ്റിന്. ഇവർക്കാണ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് എനർജൈസർ ആണ് ഐബെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നതാണ് ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽ. ഈ കാണുന്നത് നമ്മളൊരു ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, ഇതിൻ്റെ ബാക്കിൽ ഈ കാണുന്ന ഒരു ഓപ്പറേറ്റീവ് സ്വിച്ച്, ഞാൻ ഇത് ഓണാക്കി കാണിച്ചു തരാം. ഈ കാണുന്ന സ്വിച്ചിലാണ് ശരിക്കും പറഞ്ഞ എനർജൈസർ ഓഫ് ഓൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ വന്നിട്ട് ഇവിടെ കൂടുതലായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ്, ഓണറല്ല ഇവിടെ ഉള്ളത്, സൂപ്പർവൈസർ മാനേജറാണ്. അപ്പോൾ അവർക്ക് ഓഫ് ചെയ്യാൻ ഓണാക്കാനും പാടായതുകൊണ്ട് നമ്മളിവിടെ ഒരു ഐസൊലേറ്റർ വെച്ചിട്ട് നമ്മൾ ഓൺ ഓഫ് ചെയ്തേക്കാം. DC-നെ ഇതാണ് ഈ പറഞ്ഞ ഐസൊലേറ്റർ ഓണാക്കുക. ഈ കാണുന്നതിൻ്റെ അത് 3 മോഡുകളുണ്ട്, ലോ, മീഡിയം, ഹൈ. ഈ 3 മോഡുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോയിലിട്ട് കഴിഞ്ഞാൽ എനർജി, അതായത് ഈ B500 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏകദേശം 5 ജൂൾസ് ഇതിനകത്ത് ജനറേഷൻ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ 5 ജൂൾസിന് തന്നെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കണത് ലോ, മീഡിയം, ഹൈ. നമ്മളിവിടെ ഏകദേശം 800 മീറ്ററാണ് ഇപ്പോൾ കറണ്ട്ലി നമ്മൾ ഫെൻസ് ചെയ്തേക്കണത്. അപ്പോൾ ഈ 800 മീറ്ററിന് ഞാനിപ്പോൾ ഹൈ ആണ് ഇട്ടേക്കണത്, കാരണം നമുക്ക് എനർജി അത്രയും വേണം. കാരണം ലോങ് നല്ല രീതിയിൽ ഇനിയും കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും അത് ഹൈയിലാണ് ഇട്ടേക്കണത്. ഇതാണ് എനർജൈസറിനെ കുറിച്ച് പറയാനുള്ളത്. ഈ എനർജൈസറിന്റെ വോൾട്ടേജ്, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനർജൈസറിന്റെ വോൾട്ടേജ് ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ കാണിച്ചു തരാം, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ വോൾട്ടേജ് എങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 5 kV മുതൽ 15 kV വരെ ഉണ്ടാവും, കിലോ വോൾട്ട്, അതായത് 15,000 വോൾട്ട് വരെ ഉണ്ടാവും. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 1 സെക്കൻഡ് ഓൺ ആവുകയും 1.4 സെക്കൻഡ് ഓഫ് ആവുകയും ചെയ്തിട്ടാണ് പിന്നീട് ഓൺ. ഒരു സ്ക്വയർ വേവ് ആണ്. അപ്പോൾ ഒരു മനുഷ്യൻ ചെന്ന് തൊട്ടാൽ പോലും നമുക്ക് എന്താ പറയുക, ഒരു മരിച്ചു പോകാനുള്ള രീതിയിലുള്ള ഇതുണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിലീവായി വരും. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് സോളാറിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലൈനിലേക്ക് ഈ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, കറണ്ട് കൊടുക്കാണ്ട് ഉപയോഗിക്കുന്നതിന് പലരും ഇതിനെ ദുരുപയോഗം ചെയ്യും. അതായത് കറണ്ട് ഡയറക്റ്റ് എടുത്ത് ലൈനിലേക്ക് കൊടുക്കും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ബാറ്ററി വെച്ച് ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്നത്. ഇതാണ് സംവിധാനം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു നിയോൺ ടെസ്റ്ററാണ്. നമുക്കിപ്പോൾ 2 രീതിയിൽ ഇതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാം.
ഈ കാണുന്ന നിയോൺ ടെസ്റ്റർ ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ നമുക്ക് ഒരു മീറ്റർ കൂടി ഉണ്ട്. ഞാനിപ്പോൾ നിയോൺ ടെസ്റ്ററിൽ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ലൈനിലെ വോൾട്ടേജ്. അത് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ സിമ്പിളാണ്. പോയി തുടരുത്. ഞാൻ ഈ കാണുന്ന ഇത് നമ്മൾ ന്യൂട്രി കൊടുക്കുക, ന്യൂട്രൽ ഫേസ് വേണമെന്നുള്ള രീതിയിൽ. അതിനുശേഷം ഏത് ഫേസിലാണോ ഏത് ലൈനിലാണോ നോക്കുക, അതിൽ നോക്കുക. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് LED ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ലോ, ഗുഡ്, എക്സലൻറ്റ്. ഇതിപ്പോൾ എക്സലൻറ്റിലാണ് വെക്കുന്നത്. എക്സലൻ്റ് എന്നാണ് ഇപ്പോൾ കാണിച്ചതാണ് ഇത് കൊടുത്തേക്കണത്. ഇതിൻ്റെ കൊള്ളില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് 4 കാറ്റഗറീസ് ഉണ്ടായിരിക്കും. വെരി പുവർ, പുവർ, ഫെയർ, ഗുഡ്, എക്സലൻറ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫെൻസിങ് നല്ലതാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത്. ഈ കാണുന്നതാണ് ലൈറ്റ്നിങ് ഡൈവേർട്ടർ. ലൈറ്റ്നിങ് ഡൈവേർട്ടർ എന്തിനാണ് ഉപയോഗിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലൈനിലൊരു ലൈറ്റ്നിങ് ഉണ്ടായി, ഒരു ലൈറ്റ്നിങ് ഉണ്ടാകുന്ന സമയത്ത് ആ ലൈറ്റ്നിങ് നമ്മുടെ മെഷീനിലേക്ക് തിരിച്ച് കയറി പോരുത്. അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കാണുന്ന ലൈറ്റ്നിങ് ഡൈവേർട്ടർ. അതിനുശേഷം നമ്മളൊരു ഭംഗിക്ക് ഇത് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുത്തേക്കാണ്. ഇത് നമ്മുടെ 5 ലൈനിൽ വരുന്ന ഇതാണ് വരുന്നത്. 5 ലൈൻ ഉണ്ട്, 5 ലൈൻ ഉണ്ടായിരിക്കും. മുകളിലത്തെ 4 ലൈനിൽ ഫേസും താഴെ ന്യൂട്രുമാണ് അവന്. ഇങ്ങനെയാണ് നമ്മുടെ 5 ലൈൻ വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ടിയാങ്കുലർ. നമുക്കിവിടെ വേണമെങ്കിൽ റൗണ്ട് പൈപ്പ് അല്ലെങ്കിൽ നമുക്ക് സ്ക്വയറിൻ്റെ പൈപ്പ് ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ ഞാനിവിടെ എന്തുകൊണ്ടാണ് ഫെൻസിങ്ങിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു പറയുന്ന അതായത് നമ്മുടെ കാണുന്ന കോർണർ പോസ്റ്റുകൾ മാത്രമാണ് നമ്മൾ റൗണ്ട് പൈപ്പ് 2 ഇഞ്ചിൻ്റെ എടുക്കുകയുള്ളൂ. ഇൻ്റർമീഡിയറ്റ് വരുന്നതല്ല, ടിയാങ്കുലറാണ് വരുന്നത്. ഇത് 1 ഇഞ്ചിൻ്റെ 1/8 തിക്നെസ് ഉള്ള ടിയാങ്കുലറാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എങ്ങാനും സാഹചര്യത്താൽ ഇതൊരു ആന ചവിട്ടുവാണ്, ഇത് വളഞ്ഞു പോകുള്ളൂ, മൊത്തത്തിൽ ഒടിഞ്ഞു പോകില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഈ കാണുന്ന ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് പോസ്റ്റ് ഇട്ട് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലോങ്ങിൽ ഒരു 10, 100, 200 മീറ്ററൊക്കെ ആയിരിക്കും നമ്മൾ കോർണർ പോസ്റ്റ് നമ്മൾ വലിക്കണം. അപ്പോൾ ആ സമയത്ത് ഈ കമ്പി താന്നു പോകും, അതായത് നമ്മുടെ ഇങ്ങനെ വളഞ്ഞ് ചുരുണ്ട് കൂടി കിടക്കും. അത് ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് പോസ്റ്റ് കൊടുക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ റീൽ ഇൻസുലേറ്റർ. അതായത് ഇതൊരു ജസ്റ്റ് ഒരു ഇൻസുലേറ്ററാണ്. ഈ പോസ്റ്റും ഈ കമ്പിയും തമ്മിൽ കൂട്ടിമുട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഇൻസുലേറ്റർ കൊടുത്താണ് റീൽ ഇൻസുലേറ്റർ എന്ന് പറയും. ഇതിൻ്റെ അകത്തേക്കിട്ട് ഇട്ടിട്ടാണ് നമ്മളിത് വലിക്കുന്നത്. നമ്മൾ ഈ ഒരു കമ്പി വലിച്ച് ടൈറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് 5 എണ്ണത്തിലും ഉണ്ടായിരിക്കും ഇൻ്റർമീഡിയറ്റിൻ്റെ. അപ്പോൾ ഈ ഒരു സൈറ്റിലൊരു സംവിധാനം നമ്മൾ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പല സ്ഥലത്തും സോളാർ ഫെൻസിങ് ഫെയിലിയർ എന്ന് പറയുന്നതും ആന ചവിട്ടി കളയുന്നതെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പോസ്റ്റ് ചവിട്ടി കളഞ്ഞ് വളച്ചിട്ടാണ് ആന ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഒരു ടോപ്പ് ചെയ്തേക്കുക. അഡീഷണലി നമ്മളൊരു കമ്പി കൊണ്ടൊരു എന്താ പറയുക, ഒരു ലെയർ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തേക്കും. ഇത് കണ്ടോ, നമ്മൾ ഈ ജോയിൻ ക്ലാമ്പ് ഉപയോഗിച്ച് ഒരു ലൈൻ ഇതിൽ ഉണ്ടാക്കി, അതിനുശേഷം ഈ ഒരു ഹാഫ് റൗണ്ട്, അതായത് ഹാഫ് സർക്കിളിൽ നമ്മളിത് വളച്ച് വെച്ചേക്കുക. ഈ കാണുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു കമ്പി കൂടി നമ്മൾ താഴേക്ക് ഇറക്കിയേക്കുക. ഇത് താഴെ വരെ ഉണ്ട്, ഇത് താഴെ വരെ ഇങ്ങനെ വളച്ച് എടുത്തേക്കും. ഇവിടെ റീൽ ഇൻസുലേറ്റർ വെച്ചിട്ട് നമ്മൾ ഇതിൽ ടച്ച്. അപ്പോൾ വൺസ് ഒരു ആന ചവിട്ടാൻ വരുവാണെങ്കിൽ പോലും ഇതിലേക്കായിരിക്കും, ഇത് ലൈനായിരിക്കും, ഇതിൻ്റെ അത് ഫുള്ള് ഫേസ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഈ ഒരു കമ്പി ചവിട്ടി വളച്ച് അതിൻ്റെ അകത്തേക്ക് ഇത് കയറാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ സംവിധാനം. ഈ കാണുന്നതാണ് നമ്മൾ ഈ വലിച്ചിരിക്കുന്ന കമ്പി എന്ന് പറഞ്ഞാൽ 12 ഗേജിൻ്റെ ACSR വയർ എന്ന് പറയും. HT വയർ എന്നാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്ത് പറയണത്. അപ്പോൾ ഈ കമ്പി നമ്മൾ വലിച്ചിട്ടുണ്ട്, 5 ലൈൻ നമ്മൾ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു കോർണർ പോസ്റ്റിൽ നിന്ന് മറ്റൊരു കോർണർ പോസ്റ്റിലേക്കായിരിക്കും നമ്മൾ വലിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിച്ചു നിന്നാൽ പോലും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വലിച്ചു നിർത്തിയാൽ പോലും ഇത് ഒരിക്കലും ടൈറ്റ് ആവില്ല. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ വയർ ടൈറ്റനർ എന്ന് പറയും. ഇത് ഇട്ടിട്ട് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തൊരു വയർ ടൈറ്റനിങ് ടൂൾ ഇൻസേർട്ട് ചെയ്തതിന് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് തീർത്തത്. ഇത് കണ്ടോ, അല്ലാണ്ട് നമ്മൾ ഒരിക്കൽ വലിച്ചു നിർത്തിയാൽ പോലും ഇത് ടൈറ്റ് ആയിട്ട്. ഇതിപ്പോൾ നമ്മുടെ ഒരു 800 മീറ്റർ സൈറ്റ് ആയിരുന്നു, ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് തീർക്കാനുണ്ട്. ഇതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യൽ, പിന്നെ കുറച്ച് ബോർഡ് സ്ഥാപിക്കൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഈ മേളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ കണ്ടുപിടിച്ച് ഗുഡ് ബൈ.